പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശ്വരാധീനം നഷ്ടപ്പെടുത്തുന്ന 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പലരും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വരുമ്പോൾ, രാശി വെച്ച് പരിശോധിക്കുമ്പോൾ അവർക്ക് ഈശ്വരാധീനം ഇല്ല എന്ന് പറയുമ്പോൾ അവർ ഞെട്ടാറുണ്ട്. ഞങ്ങൾ നിത്യേന ദൈവത്തെ വിളിക്കുന്നതാണ്, ഇഷ്ടാനുസരണം വഴിപാടുകൾ നടത്തുന്നതാണ്, അല്ലാതെ സദാസമയം പ്രാർത്ഥിക്കുന്നതാണ് എന്നൊക്കെ അവർ മറുപടി പറയും. പക്ഷേ ഈശ്വരാധീനം അവരുടെ കാര്യത്തിൽ പരിശോധിക്കുമ്പോൾ ഒട്ടും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈശ്വരാധീനം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ അവർ വല്ലാതെ വിഷമിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരാൾ നന്നായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടോ എപ്പോഴും ദൈവത്തെ വിളിച്ചത് കൊണ്ടോ മാത്രം ഈശ്വരൻ നമ്മുടെ അധീനത്തിലാകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. നമ്മുടെ നിത്യവൃത്തികളിലും നമ്മൾ ചെയ്യുന്ന ചില തെറ്റായിട്ടുള്ള കാര്യങ്ങളിലൂടെയും നമ്മുടെ ഈശ്വരാധീനം നമ്മിൽ നിന്ന് അകന്നു നിൽക്കാം. എന്നാൽ ആ കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈശ്വരാധീനം തിരികെ കിട്ടുകയും നമ്മുടെ ജീവിതത്തിൽ പുരോഗതിയും നമ്മുടെ ഇത്രയും നാൾ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ 8 തെറ്റുകളിൽ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പലരുടെ ഈശ്വരാധീനം നഷ്ടപ്പെട്ടു പോകുന്നത്. ചിലർക്ക് കുറച്ചു കാലം ഈശ്വരാധീനം ഉണ്ടാവും, ചില നേരത്തെ ഈശ്വരാധീനം ഉണ്ടാവില്ല. അങ്ങനെ മാറിയും തിരിഞ്ഞും വരും. പക്ഷേ ഒരു തവണ രാശി എടുത്ത് നോക്കിയപ്പോൾ ഈശ്വരാധീനം ഉണ്ട് എന്ന് പറഞ്ഞ് എന്നും അത് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഈ പറയുന്ന തെറ്റുകൾ ആവർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈശ്വരാധീനം അധികം വൈകാതെ തന്നെ നഷ്ടമായി പോകും. പിന്നെ ഞാൻ കുറേ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവയാണ്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ വിവരങ്ങൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും യൂട്യൂബ് അയച്ചു തരിക. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈശ്വരാധീനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതും ആദ്യത്തതുമായിട്ടുള്ള കാര്യം നമ്മുടെ കുലദേവതയെ, കുടുംബദേവതയെ നമ്മൾ അവഗണിക്കുക എന്നുള്ളതാണ്. പലയിടത്തും കുടുംബദേവത ഏതാണ്, കുലദേവത ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. ഇത് അമ്മ വഴിക്കാണോ അച്ഛൻ വഴിക്കാണോ എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. ചിലർക്ക് ചില ക്ഷേത്രങ്ങൾ അറിയായിരിക്കും, പക്ഷെ അത് കുലദേവതയാണോ അവിടെ ഉള്ളത്, നമ്മുടെ ധർമ്മദേവതയാണോ എന്ന് ഒന്നും അറിയില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു വിവരത്തിലാണ് പലരും തങ്ങളുടെ ദേവതയെ അനുമാനിച്ചു വച്ചിരിക്കുന്നത്. പലപ്പോഴും പലരും കരുതുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങളും. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മുടെ മാതാപിതാക്കളെടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പൂർവികമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ കുടുംബദേവത, കുലദേവത ആരാണ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ അച്ഛൻ വഴിക്കാണോ അമ്മ വഴിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മരുമക്കത്തായ കാലഘട്ടത്തില് അമ്മ വഴിക്കായിരുന്നു, അമ്മാവൻ വഴിക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തായ് വഴിയിലുള്ള ക്ഷേത്രങ്ങളെയാണ് കുടുംബദേവത സ്ഥാനത്തേക്ക് നമ്മൾ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കുലദേവത എന്ന് പറയുമ്പോൾ മക്കത്തായം ഇന്ന് നമ്മൾ അനുവർത്തിച്ച് പോരുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ അച്ഛൻ വഴിക്കുള്ളതും വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുടുംബദേവത എന്ന് പറയുന്ന സങ്കല്പത്തിൽ അച്ഛന്റെ അമ്മയുടെ ദേവതാ സങ്കല്പങ്ങൾ എടുക്കാം. നമുക്ക് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം 2 ദേവതകളെ ആരാധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും ആരാധിക്കാൻ പറ്റും. അതുകൊണ്ട് അച്ഛന്റെ വഴിക്കാണോ അമ്മയുടെ വഴിക്കാണോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന 2 ഉണ്ടെങ്കിൽ 2 പോയി തൊഴുതോളൂ. നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ സ്മരിച്ച് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്തോളൂ. നിങ്ങൾക്ക് ഗുണങ്ങളെ വരുവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കും തങ്ങളുടെ കുലദേവത ഏതാണെന്ന്. ചിലർ പറയും ഭദ്രകാളിയാണെന്ന്, ചിലർ പറയും ശിവനാണ്. അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവനെ, ഒരു ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഇഷ്ടദേവൻ എന്നുള്ള സങ്കല്പത്തിൽ അവിടെ വഴിപാടുകളെല്ലാം ചെയ്യുക. കുലദേവതാ സങ്കല്പവും അവിടെ ചെയ്യുക. നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങളുടെ കുലദേവത ആരാണെന്ന് ഒന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടദേവതാ സങ്കല്പത്തിൽ നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്താലും മതിയാകും. അത് നിങ്ങളുടെ കുലദേവത എവിടെയാണോ അവിടെ അത് എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ അതിനെ പരിഗണിക്കുക. രണ്ടാമത്തെ കാര്യം, പൂജിച്ചിരുന്നവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ പൂജിച്ചിരുന്നവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ചിലർക്ക് വിശ്വാസങ്ങൾ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. കുറച്ചാൾ അവർ അയ്യപ്പനെ വിശ്വസിക്കും, അത് കഴിഞ്ഞ് ശിവനെ വിശ്വസിക്കും, അത് കഴിഞ്ഞ് ദേവിയെ വിശ്വസിക്കും. ചിലപ്പോൾ ആ മതം തന്നെ വിട്ടു മാറി വേറൊന്നിലേക്ക് വിശ്വസിക്കും. ഇങ്ങനെ ഒന്നിൽ ഉറച്ചു നിൽക്കാതെ വിശ്വാസത്തെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പലപ്പോഴും ഈശ്വരാധീനം കുറഞ്ഞു തന്നെ കാണപ്പെടും. മിക്കവാറും അവർക്ക് ഒന്നിലേക്കും ഒരു ഉറപ്പ് കിട്ടില്ല. അതായത് ഒരാള് ആഴത്തിലൊരു കുഴി ഒഴിക്കുമ്പോഴാണല്ലോ അവിടെ ജലം കിട്ടുക. ഒരിടത്ത് ഇച്ചിരി കുഴിച്ചു, അടുത്തിടം ഇച്ചിരി കുഴിച്ചു, അങ്ങനെ ഒരിടത്തുനിന്നും ജലം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ച് മുന്നോട്ട് പോയി. ഇപ്പം ശിവനെയും വിഷ്ണുവിനെയും അയ്യപ്പനെയും എല്ലാവരും പൂജിക്കാമല്ലോ, എല്ലാവരും വിശ്വസിച്ചോളൂ. പക്ഷെ ഒന്നിനെ മാറ്റി കഴിയുമ്പം അതിലോട്ട് പിന്നെ വിശ്വാസമേ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചിലർ എത്തിച്ചേരാറുണ്ട്. അത് പാടില്ല. ഒരു ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളിന് വേറെ ക്ഷേത്രത്തിൽ പോവാം, അല്ലെങ്കിൽ വേറെ ദേവത ഉപാസിക്കാം. പക്ഷെ ആദ്യത്തേനെ ഉപേക്ഷിച്ചിട്ടാകരുത് രണ്ടാമത്തേനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ വീട്ടിലെ പൂജാമുറിയിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ ചില വിഗ്രഹങ്ങളും ചില പ്രതിമകളും ചില ചിത്രങ്ങളും ഒക്കെ എടുത്ത് മാറ്റും. ഇപ്പൊ നമ്മളൊരു 5-6 ഗണപതിയുടെ ചിത്രം ഉണ്ടെങ്കിൽ
നമ്മൾ അതിൽ ഒന്ന് വെച്ചിട്ട് ബാക്കിയുള്ള മാറ്റുന്ന തെറ്റില്ല. 10-15 ശിവന്റെ ചിത്രം ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം വെച്ചിട്ട് ബാക്കിയുള്ള മാറ്റുന്ന കുഴപ്പമില്ല. പക്ഷെ ചിലരങ്ങനെയല്ല, അപ്പാടെ എടുത്തങ്ങ് മാറ്റും. പിന്നെ അത്രയും നാളും പൂജിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ഒരു ഗണപതി ഉണ്ടായിരുന്നു, ആ ഗണപതി നിർബന്ധമായിട്ട് പൂജാമുറി വേണ്ടതാണ്. പക്ഷെ ഗണപതി ഇനി വേണ്ട, ഇനിയിപ്പം ഇവിടെ ഒരു ശിവന്റെ പടം മാത്രം മതി എന്നുള്ള രീതിയിൽ അതിനെ അപ്പാടെ എടുത്തങ്ങ് മാറ്റും. അത് പാടില്ല. നിങ്ങളുടെ പൂജാമുറിയിൽ കുറച്ച് ചിത്രങ്ങൾ മതി, പക്ഷെ പ്രധാനപ്പെട്ട ഈശ്വരന്മാരുടെ ചിത്രങ്ങളെല്ലാം വേണം. മുൻകാലങ്ങളിൽ നിങ്ങൾ വച്ച് പൂജിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ദേവതകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തന്നെ വേണം. പിന്നെ ചിലപ്പോൾ എവിടെന്നെങ്കിലും ചില കലശങ്ങളോ ആരെങ്കിലും കൊടുത്ത എന്തെങ്കിലും ചെറിയ പ്രതിമകളൊക്കെ കൊണ്ടുവച്ച് ചിലർ പൂജിക്കാറുണ്ട്. അവർക്ക് തന്നെ അറിയില്ല ഇത് ഊരും പേരും അറിഞ്ഞുകൂടാത്ത പ്രതിമകളോ മറ്റോ കണ്ട് ഏതെങ്കിലും ആസ്ട്രോളജേഴ്സോ മറ്റോ നോക്കിയിട്ട് അതെടുത്ത് മാറ്റിക്കോളൂ എന്ന് പറയും. കാര്യം ഇത് ശരിയായിരിക്കില്ല, ഏതോ സ്ഥലത്ത് നിന്ന് ഇവരെ സ്വാധീനിക്കാൻ വേണ്ടി കൊടുത്ത ചില കാര്യങ്ങൾ, അത് മാറ്റുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട ശിവൻ, വിഷ്ണു, കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ദേവതകളെ നമ്മൾ പൂജിച്ചുകൊണ്ടിരുന്നിട്ട് അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന കാര്യത്തെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മൂന്നാമത്തത് കള്ളസത്യം ഇടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈശ്വരാധീനം കുറയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കള്ളസത്യം ഇടുക എന്നുള്ളത്. ഒരു ദേവത സങ്കല്പത്തിനെ നമ്മൾ സാക്ഷ്യം നടത്തി നമ്മളൊരു സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പൂർണ്ണ വിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ഒരാളെ പറയുകയാണ്, എന്താ ഇന്ന ദേവതയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ്, ഞാൻ പറഞ്ഞ വാസ്തവാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് വാസ്തവം തന്നെയായിരിക്കണം. നമുക്ക് 101% ഉറപ്പുണ്ടായിരിക്കണം. കാര്യം ചിലർക്ക് ഇത് ദൈവത്തിനെ കൊണ്ട്, അച്ഛനമ്മയെ കൊണ്ട് ഇങ്ങനെ സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോബിയാണ്. കാര്യം മറ്റേ ആളങ്ങ് വിശ്വസിച്ചോളും എന്നുള്ള രീതിയിൽ ഇവർ ഇങ്ങനെ ഇടുന്ന സത്യങ്ങളിൽ 90% കള്ളസത്യമായിരിക്കും. ഇവരുടെ ഈശ്വരാധീനം അങ്ങ് കെട്ടുപോകും. ദൈവത്തെ സാക്ഷി പിടിച്ചാണ് ഇവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവർക്ക് എന്തെങ്കിലും ഈശ്വരാധീനം കിട്ടും. പിന്നീട് ഇവരുടെ ഒരു മോശ കാലഘട്ടത്തിൽ ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കയ്യും കണക്കുമില്ലാത്തവരാണ്. ഒരു കാരണവശാലും ഈ കള്ളസത്യം എന്ന് പറയുന്ന കാര്യം ഇടരുത്. അങ്ങനെ ഇടുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. നാലാമത്തെ കാര്യം മുറ്റമടിക്കാതെ വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുറ്റമടിക്കുക എന്നുള്ളത് ശുചിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ കൃത്യമായിട്ട് മുറ്റം അടിച്ചിരിക്കണം. ഇപ്പം രാവിലെ ചിലപ്പോൾ അതിരാവിലെ വിളക്ക് തെളിയിക്കുന്നവർക്ക് രാവിലെ ഇറങ്ങിപ്പോയി മുറ്റം അടിക്കാൻ പറ്റില്ല, ബ്രഹ്മമുഹൂർത്ത സമയത്ത്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ വൈകുന്നേര സമയത്ത് നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ശ്രീ ഭഗവതിയെ നമ്മൾ വീട്ടിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൻ്റെ മുൻഭാഗമൊക്കെ അലങ്കോലമാക്കിയിട്ടിട്ട് വന്ന് വീട്ടിനകത്ത് വിളക്ക് തെളിയിക്കുക, ഉമ്മർത്ത് പോയി വിളക്ക് തെളിയിക്കുക ഒന്നും പാടില്ല. വീട്ടിന് മുൻവശം ഒന്ന് ചുലിട്ട് വൃത്തിയാക്കിയിട്ട് മാത്രം വിളക്ക് തെളിയിക്കുക. അമ്മ എഴുന്നള്ളുമ്പോൾ അലങ്കോലമായിട്ട് വീട് കിടക്കുന്ന കണ്ട അമ്മ അവിടെ പ്രവേശിക്കില്ല, അമ്മടങ്ങിപ്പോവും. അപ്പോൾ എന്തെറ്റും? ആ വീട്ടിലുള്ള ഈശ്വരാധീനം കെട്ടുപോകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം ശുദ്ധിയില്ലാതെ മന്ത്രജപം നടത്തുക എന്നുള്ളതാണ്. ഈ മന്ത്രജപം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. മന്ത്രം എന്ന് പറഞ്ഞാൽ ഋഷിമാരായിട്ട് നിർമ്മിച്ച മന്ത്രങ്ങൾ, ആചാര്യന്മാരായിട്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ കടന്നു വന്ന മന്ത്രങ്ങളാണ്. അത്ര പവിത്രമായിട്ടാണ് അവർ അതിനെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മീഡിയയുടെ സ്വാധീനം കൊണ്ടും മറ്റൊക്കെ കൊടിയ മന്ത്രങ്ങൾ പോലും ഈ ചെറുപാട്ടുകൾ പോലെ ചിലർ ജപിക്കുന്നതായിട്ട് കാണാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സന്ധ്യാവന്ദനാദികളും അങ്ങനെയുള്ള ചില കീർത്തനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ജപിക്കാം. പക്ഷെ ശുദ്ധിയില്ലാതെ ചിലരാണെങ്കിൽ മാസമുറ കാലത്ത് ഇരുന്ന് ജപിക്കും. ആര് പറഞ്ഞാൽ അത് കേൾക്കില്ല. അവർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. ചിലർ പുലപാലായ്മകളുള്ളപ്പം അവർ ചോദിക്കുന്നത്, എൻ്റെ ഒരു തൊട്ടടുത്ത ബന്ധുവാണെങ്കിലും പറയുന്നത് എൻ്റെ കുറച്ച് അകന്ന ബന്ധുവാണ്, എനിക്ക് വിളക്ക് തെളിയിക്കും. ഈ വിളക്ക് തെളിയിക്കുന്നത് എന്തിനാണെന്ന് അവർ ആദ്യം മനസ്സിലാവും. അവിടെ ഈശ്വരാധീനം വരാനാണ്. പുലപാലായ്മകളുള്ളപ്പോൾ നമ്മൾ അവരെ ക്ഷണിച്ച് വരുത്തുന്നതും അത്ര നല്ലതല്ല. കാര്യം നമുക്ക് പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എപ്പോഴും ആ ഭൂമിയിൽ ഉണ്ടാവും. പക്ഷെ നമ്മുടെ അവസ്ഥയും കൂടി അവിടെ പരിഗണിക്കേണ്ടത്. ഇപ്പം നമുക്ക് ക്ഷേത്രജമായിട്ടുള്ള ക്രിയാകർമ്മങ്ങൾ ചെയ്യാൻ, താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അത്തരം മന്ത്രങ്ങൾ ജപിക്കാൻ പറ്റാത്ത കാലഘട്ടമാണെങ്കിൽ നമുക്ക് മനസ്സിലിവരെ നനച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ വിളക്ക് തെളിയിച്ച് ഞാൻ ഈ സമയത്ത് ശുദ്ധിയില്ലാതെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് ഒരാൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അത് വളരെ തെറ്റാണെന്നേ പറയാൻ പറ്റുള്ളൂ. പലരും ഇന്നേ കാലത്ത് അനുവർത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ പ്രധാനമായിട്ട് ആർത്തവകാലത്തെ ശുദ്ധി, അതുപോലെ തന്നെ ഈ പുലപാലായ്മകളിൽ വരുന്ന അശുദ്ധി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് മാത്രം മന്ത്രജപങ്ങൾ നടത്തുക. ഇനിയിപ്പോൾ മനസ്സിലെ ഈശ്വരനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നനയ്ക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ വിളക്ക് തെളിയിച്ച് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യാതിരിക്കുക. ആറാമത്തെ കാര്യം മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ നിന്ദിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവരെല്ലാം നമ്മൾ ദൈവമായിട്ട് കണക്ക് കൂട്ടുന്നവരാണ്. ഇവരെ നിന്ദിക്കുന്ന ദൈവനിന്ദയ്ക്ക് തുല്യമായിട്ടാണ്. എന്നാൽ പലപ്പോഴും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയൊക്കെ പലരും നിന്ദിക്കാറുണ്ട്. പക്ഷെ അവരുടെ മനസ്സിന്റെ എരിച്ചിൽ കാരണം നമ്മുടെ ഈശ്വരാധീനം ഇതിലൂടെ കെട്ടുപോകും എന്നുള്ള കാര്യം പലരും അറിയാതെ പോകുന്നുണ്ട്. ഒരു കാരണവശാലും അവരുടെ ശാപം, അവരുടെ കണ്ണീര് ഏറ്റുവാങ്ങാതിരിക്കുക, അവരുടെ മനോവിഷമത്തിന് ഇടയാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലുള്ള കാരണമാണ്. കാര്യം അവർ പ്രസാദിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈശ്വരാധീനം തനിയെ വർദ്ധിക്കും കേട്ടോ. ഈശ്വരാധീനം കെട്ടി നിൽക്കുന്ന ആളിന് പോലും അച്ഛനമ്മമാർക്ക് വേണ്ടുന്ന ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാറുണ്ട്. ഏഴാമത്തെ കാര്യം നേർച്ചക്കടം ഇടുക എന്നുള്ളതാണ്. ചില വ്യക്തികൾ വെറുതെ നേർച്ച നേരുന്നൊരു പ്രകൃതമുണ്ട്. ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ നേടിക്കിട്ടിയാൽ ഞാൻ ഇന്നതൊക്കെ അമ്പലത്തിൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർ നേർച്ച ഇട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവർ മറന്നും പോവും. ഇതൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അന്ന് ഒരു ശീലം പോലെ ഇവർ പറയുന്നതാണ്. പിന്നെ അത് നേർച്ചക്കടായിട്ട് കൊണ്ടുകൂടിക്കൊണ്ടിരിക്കും. അതോടുകൂടി എന്ത് പറ്റും? ഇവരുടെ ജീവിതത്തിലെ പുരോഗതികളെല്ലാം അസ്തമിക്കുകയും ചെയ്യും. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നേർച്ച അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇടുക, അല്ലാതെ ചുമ്മാ നേർച്ച പറഞ്ഞ് കണ്ടിരിക്കാതിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ 1, 2 വട്ടമൊക്കെ നമ്മൾ ഈ നേർച്ച എന്ന് പറയുന്ന കാര്യം ചെയ്യാവും. കൂടുതലായിട്ട് ചുമ്മാ ഇങ്ങനെ നേർച്ച പറഞ്ഞുകൊണ്ടിരിക്കരുത്. എന്നാൽ ചില
മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ക്ഷേത്രം കാണുമ്പോൾ തോന്നും ആ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് കൊടുത്തേക്കാം, ഇവിടെ ഇന്നത് ചെയ്തേക്കാം എന്നൊക്കെ ഇവരുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് പേടിയാണ്, അയ്യോ ഞാൻ നേർച്ച ഇട്ടു, ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മളൊരു ആഗ്രഹം പറയുന്നതൊന്നുമല്ല നേർച്ച, അത് മനസ്സിലാക്കണം. നേർച്ചക്കടം വരുന്നതും അങ്ങനെയല്ല. ഇത് സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു നേർച്ച ഇടുന്നത്, ഇതാ ഇന്ന കാര്യത്തിൽ ഈ വീട് പൂർത്തിയായിരിക്കുമ്പോൾ ഇന്ന ക്ഷേത്രത്തിൽ ഇന്നത് കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മളൊരു തുകയൊക്കെ എടുത്ത് മാറ്റിവെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് നേർച്ച. അല്ല നിങ്ങളുടെ മനസ്സിലൊരു തോന്നലുണ്ടാകുന്നതല്ല നേർച്ച. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു തുകയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള നേർച്ചകൾ നമ്മൾ അധികം ചെയ്യരുത്. എന്നാലും നേർച്ച അത് കാര്യം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ആ നേർച്ച വീട്ടുകയും ചെയ്യണം. എന്നാൽ ചിലർക്കാണെങ്കിൽ ചില നേർച്ചകളൊക്കെ ഇട്ടുമ്പോൾ അത് അർഹതപ്പെടാത്ത ചില കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നേർച്ച ഇട്ടിട്ടുള്ളത്. അതായത് ചില കാര്യങ്ങൾ ഞാൻ ഇന്നത് നടന്നാൽ ഞാൻ നേർച്ച തരാം എന്നുള്ള രീതിയിലുള്ള ഒരു തരം കൈക്കൂലി മനോഭാവത്തോടു കൂടിയുള്ള നേർച്ച ഉണ്ടാവും. ഞാൻ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ദേവതയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക എന്നുള്ളത്, ഞാൻ ഇന്ന കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ ഇന്നത് ചെയ്യാം എന്നുള്ള രീതിയിൽ കൈക്കൂലി മനോഭാവത്തോടുള്ള നേർച്ചയും പലപ്പോഴും ദൈവങ്ങളെ ഒരു തരം പരീക്ഷണ വസ്തുക്കളായിട്ട് നമ്മൾ നിർത്തുന്നത്. ആ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ എനിക്കിത് നടത്തി തരൂ, എങ്കിൽ ഞാൻ ഇത് പൈസ തരാം എന്നുള്ള രീതിയിലാണ് ഇവർ കാണുന്നത്. അതും തെറ്റായ കീഴ്വഴക്കാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. അവിടെ നടന്നില്ല എന്നുള്ളത് ദൈവഹിതമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വിചാരിക്കുക ഇവനെ ഇത് ഈ ടൈമിൽ കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഈ ടൈമിൽ അർഹതയില്ല, അങ്ങനെയുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു വീട് പണിക്ക് മുമ്പ് നമ്മളിത് വയ്ക്കുക, ആ വീട് പണി പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. ഒരു ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു തുക എടുത്ത് വയ്ക്കുക, ഉദ്യോഗം കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നടപ്പിൽ വരുത്താം. അതൊക്കെ ആ രീതിയിലുള്ളതാണ്. എന്നാൽ ചില കാര്യത്തിൽ ഇത് നടന്നില്ല എന്ന് വന്നേക്കാം. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പണം കിട്ടിയാൽ ഞാൻ ദൈവത്തിന് ഇന്നത് തന്നേക്കാമെന്ന് ഒരാൾ പറഞ്ഞേക്കണം. അയാൾ എത്ര പണമാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ അയാൾക്ക് അറിയാവും. പക്ഷേ അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് അതിനോടകം കിട്ടിക്കാണും. പക്ഷെ അയാൾക്ക് തോന്നും അയാളുടെ മനസ്സിന് നിറവുണ്ടായി കാണില്ല. അയാൾ വിചാരിക്കും ഞാൻ ഉദ്ദേശിച്ച തലത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല, അതുകൊണ്ട് ഇനി കൂടുതൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിലർ നേർച്ചയൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. അത് പരമാവധി ഒഴിവാക്കേണ്ടത്. നിങ്ങൾ സ്പെസിഫിക് ആയിട്ടൊരു നേർച്ച പറയുക, ആ നേർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എട്ടാമത്തെ കാര്യം സന്ധ്യാസമയത്ത് ഉറങ്ങുക എന്നുള്ളതാണ്. ഈ സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഭഗവതി ശ്രീദേവി എഴുന്നള്ളുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് കിടന്ന് ഉറക്കം വലിച്ച് ഉറങ്ങുന്ന ഒരു ശീലമുണ്ട്. ആ വീട്ടിൽ ഈശ്വരാധീനം കാണില്ല, ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഈശ്വരാധീനം കാണില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചില്ല, ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഉണർന്നിരിക്കുക. ഈ സമയത്ത് ഉണർവിന്റെ ഇത് കൊടുക്കുക. ഈ ടൈമിൽ നിന്ദാപരമായിട്ട് കിടക്കിടന്ന് ഉറങ്ങുന്ന ശീലം ഒഴിവാക്കുക. പ്രധാനമായിട്ടും ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ രാവിലെ പഠിക്കാൻ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നുകൊണ്ട് കിടക്കിടന്ന് ഉറങ്ങുന്ന ശീലം പലയിടത്തും കാണാറുണ്ട്. പരമാവധി കുട്ടികൾ അതിനെ നിരുത്സാഹപ്പെടുത്തുക. അവർ രാത്രി കിടന്നുറങ്ങിക്കോട്ടെ, കുറച്ച് ഒരു 7-7:30 കഴിയുമ്പോൾ കേട്ടോ. മറ്റവർക്ക് ഉറങ്ങണമെങ്കിൽ അവർ ഉറങ്ങിക്കോട്ടെ, അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. മറ്റത് വന്ന് കയറി കിടന്നവണ്ണെ ഉറങ്ങും. ഏതാണ്ട് 10 മണി അടുപ്പിച്ച് രാത്രിയാകുമ്പോൾ ഉണരും. പിന്നീട് അവർ പഠനം തുടങ്ങും. ഈ ഒരു ശീലം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ അനുവർത്തിക്കണമെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. ഇത്തരക്കാരുടെ ഈശ്വരാധീനം പെട്ടെന്ന് തന്നെ തുലം കുറഞ്ഞു വരികയും പിന്നീട് അത് ഇല്ലാതായി മാറുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശ്വരാധീനം കുറഞ്ഞു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ കഷ്ടനഷ്ടങ്ങൾ വരും. ഇതിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് മാറ്റിവെക്കണം. കാര്യം നമുക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിലേ നമ്മുടെ മുന്നിലുള്ള മാർഗ്ഗതടസ്സങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ച് ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഈ നിർദ്ദേശങ്ങളെ പാലിക്കുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എന്റെ വാട്സ്ആപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സ്ആപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്രൻ മഠം. നമസ്തേ.